ഹായ് ഹലോ നമസ്കാരം വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാണാൻ പോകുന്നത് തിരുപ്പാകം. തിരുപ്പാകം എന്ന് പറയുന്നത് എന്താ പറയുക, മൈസൂർ പാവുമല്ല ബർഫിയുമല്ല എന്ന കേസരി പോലെയുള്ളത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ദീപാവലി ദിവസം ഞാൻ തിരുപ്പാകം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് പേര് ചോദിച്ചു ആ ഹൽവ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഹൽവ എന്ന് പറഞ്ഞതാണ്. മാറിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ തൊണ്ട ശ്വാസമുട്ടലൊന്നും മാറിയിട്ടില്ല. സാധാരണ ഒരു ജലദോഷം വന്നാൽ തന്നെ എനിക്ക് ശ്വാസം മുട്ടൽ കൂടുതലാണ്. എൻ്റെ ഒരു സ്ഥിതിവിശേഷം അങ്ങനെയാണ്. അപ്പോൾ ഇനിയും സമയമെടുത്തിട്ടേ അത് മാറുന്നുള്ളൂ. അപ്പോൾ തിരുപ്പാകത്തേക്ക് വരാം. തിരുപ്പാകം അന്ന് ഞാൻ ദീപാവലി ദിവസം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരുപാട് പേര് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് തിരുപ്പാകാണ്. ഷഷ്ടി കഴിഞ്ഞുവല്ലോ. ഷഷ്ടി കഴിഞ്ഞ ദിവസം അപ്പോൾ ഞാൻ അന്ന് അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഷഷ്ടി ദിവസമാണ് ഞാൻ തിരുപ്പാകം ഉണ്ടാക്കിയത്. മുരുകനെ വളരെ വിശേഷപ്പെട്ടതാണ് തിരുപ്പാകം. അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ മുരുകനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഞാനത് ഇടാൻ കാരണം. റീസൺ ഉണ്ട്. വെള്ളിയാഴ്ച, അതായത് നമ്മള് ഇത് വരുന്നത് വ്യാഴാഴ്ച ആയിരിക്കുമല്ലോ. വെള്ളിയാഴ്ച കാർത്തിക ദീപമാണ്. നിങ്ങൾക്ക് മുരുകനെ വെക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ തിരുപ്പാകം പ്രസാദമായിട്ട് കാർത്തിക ദിവസം വെക്കാം. അതല്ലാത്ത പക്ഷം ഞാൻ കാർത്തിക ദീപത്തിന്റെ ദിവസം ഓൾറെഡി പോയ കൊല്ലം ഞാൻ കൊഴക്കട്ട വിളക്കും മാവിളക്കും എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണാൻ മറന്നിട്ടുള്ളവരാണെങ്കിൽ ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ ഞാൻ പിൻ ചെയ്തിട്ട് എൻ്റെ പേജിൽ ഓൾറെഡി ഇടാം. അപ്പോൾ അവിടെ പോയിട്ട് ആദ്യം കാണുന്ന വീഡിയോ കാർത്തിക ദീപത്തിന്റെ ആയിരിക്കും. അപ്പോൾ പോയ കൊല്ലം പഴയ വീട്ടില് നമ്മള് കൊഴക്കട്ട വിളക്കും എങ്ങനെയാണ് മാവിളക്കും കാർത്തിക ദിവസം മഞ്ഞൾ കോലമും എങ്ങനെ ഇടുക എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം നിങ്ങൾക്ക് ഫോളോ ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ ഒരു പ്രസാദം വേണമല്ലോ. ആ പ്രസാദത്തിന് നിങ്ങൾക്ക് തിരുപ്പാകവും വെക്കാം. അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങൾക്ക് തിരുപ്പാകം തന്നെ ഞാൻ ഇടുന്നത്. ഇന്ന് ഇവിടെ ദ്വാരകാപുരിയിലുള്ള കാർത്തിക വിളക്കിന്റെ വിശേഷങ്ങൾ ഞാൻ വേറെ വ്ളോഗായിട്ട് എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഇടാം. ഓക്കെ, അപ്പോൾ നേരത്തെ തന്നെ ചെയ്തു വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഫോളോ ചെയ്യണമെങ്കിൽ എൻ്റെ രീതിയിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. പക്ഷെ കാർത്തിക ദിവസം എന്തായാലും 6 വിളക്കെങ്കിലും നിങ്ങൾക്ക് കൊഴക്കട്ട വിളക്ക് വെക്കാൻ പറ്റിയാൽ വളരെ വളരെ വിശേഷമാണ്. വളരെ സിമ്പിളാണ് കൊഴക്കട്ട വിളക്ക് ഉണ്ടാക്കാൻ. ആ വീഡിയോ പോയി കാണാൻ മറക്കരുത്. ഓക്കെ, അപ്പൊ വരൂ നമുക്ക് തിരുപ്പാകം ഉണ്ടാക്കാം. വിനീസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത് കേട്ടോളൂ. അപ്പം നമുക്ക് തുടങ്ങാം. വെറുതെ ഒരു ചീഞ്ചട്ടി, അതിലൊന്നും തന്നെ ഇടണ്ട. വറ ചീഞ്ചട്ടിയിൽ നിങ്ങളുടെ കയ്യിന് ഒരു പിടി അണ്ടിപ്പരിപ്പ്, നല്ല അണ്ടിപ്പരിപ്പ് എടുക്കണം. എന്നാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്താ പറയുക, ഈ പൊട്ടിയതൊക്കെ കിട്ടില്ലേ, അങ്ങനെയൊന്നും വേണ്ട. നല്ലത് നോക്കിയെടുക്കുക. എന്നിട്ട് വെറുതെ ഒന്ന് വറക്കുക. അത് ലൈറ്റ് ബ്രൗൺ കളറൊന്നും ആവാൻ പാടില്ല. കളറ് മാറാതെ പക്ഷെ ചൂടാവുന്ന പോലെ വറുത്തെടുക്കണം. ആ വറുത്ത അണ്ടിപ്പരിപ്പിനെ മിക്സിയിലോ ഇല്ലെങ്കിൽ ഞാനിവിടെ ചോപ്പറാണ് യൂസ് ചെയ്യണത്, ഒന്നും പകുതിയുമായി തരുതരോ എന്നുള്ള രീതിയിൽ ഒന്ന് പൊടിച്ച് മാറ്റി വെക്കുക. ഇങ്ങനെയാണ് തിരുപ്പാകത്തിൻ്റെ ഫസ്റ്റ് സ്റ്റേജായ അണ്ടിപ്പരിപ്പ് കുത്തിപ്പൊട്ടിച്ച് വെക്കുന്ന ആ ഒരു സ്റ്റേജ്. ഓക്കെ, അപ്പം നിങ്ങൾ മിക്സിയിൽ ചെയ്തോളൂ. ഇനി ഗ്യാസ് കത്തിക്കാതെ തന്നെ അതേ ചീനച്ചട്ടിയിൽ 1/2 കപ്പ് കടലമാവ്,
1 കപ്പ് പഞ്ചസാര. അല്ല നിങ്ങൾക്ക് കൂടുതലായിട്ടും മധുരം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂട്ടിക്കോളൂ, കുഴപ്പമില്ല. പക്ഷെ അതിൻ്റെ കണക്ക് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ്: 1 കപ്പ് കടലമാവ്, 1 കപ്പ് പഞ്ചസാര, 1 കപ്പ് പാല്. ഇതെല്ലാം കൂടിയിട്ട് നിങ്ങൾ ഗ്യാസ് കത്തിക്കാതെ തന്നെ നന്നായിട്ട് കലക്കണം. എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഗ്യാസ് കത്തിക്കണ്ട പറയണമെന്ന് വെച്ചാൽ, ഗ്യാസ് കത്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇടാത്തതിന് മുമ്പ് തന്നെ അടിയിൽ കരിയാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ ഗ്യാസ് കത്തിക്കാതെ നമ്മളിത് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പരുവം വരണ വരയ്ക്കും ഗ്യാസ് കത്തിക്കാതെ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിക്ക് നമുക്കത് കൊണ്ടുവരാൻ പറ്റും. നന്നായി ഇളക്കുക. നന്നായി ഇളക്കി കഴിഞ്ഞ് അതൊന്ന് മിക്സായി എന്ന് കാണുമ്പോൾ ഗ്യാസ് കത്തിച്ചോളൂ. വളരെ വളരെ സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇനി കൈ എടുക്കാതെ നിങ്ങൾ ഇളക്കിക്കൊണ്ടിരിക്കണം. കടലമാവാണ്, പാലാണ്, പഞ്ചസാരയാണ്. അടി പിടിക്കാനുള്ള സാധ്യത കൂടുതലുമുണ്ട്. അതുകൊണ്ട് തന്നെ സൈഡിൽ നിന്നൊക്കെ എടുത്ത് നല്ല രീതിയിൽ ഇളക്കുക. നന്നായിട്ടൊന്ന് ആയി കഴിയണു എന്ന് കാണുന്ന സമയത്ത് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് കേസരി കളർ ഇടാം, യെല്ലോ കളർ ഇടാം. ഞാനിവിടെ കുങ്കുമപ്പൂവാണ് ഇട്ടിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കുക. ഇളം രീതിയിൽ ആ ഒരു ചെറിയ കുമിളകൾ വരുന്ന സമയത്ത് കുറച്ച് നെയ്യ്, ഒരു സ്പൂൺ നെയ്യ് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാനിതിൽ കറക്റ്റായിട്ട് 2 സ്പൂണ് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ക്വാണ്ടിറ്റി കമ്മി ആയതുകൊണ്ട് മാത്രമാണ്. ഒരു നന്നായിട്ട് സൈഡിൽ നിന്നൊക്കെ വെന്ത് വന്നു എന്ന് കാണുന്ന സമയത്ത് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു അണ്ടിപ്പരിപ്പ് കറവറോന്ന് പൊടിച്ചു വെച്ചിട്ടില്ലേ, അത് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അത് ഇട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കട്ടിയായി എന്ന് തോന്നും. ബിക്കോസ് അണ്ടിപ്പരിപ്പ് അതിൽ ചേരുന്നതോട് കൂടിയിട്ട് കുറച്ച് കട്ടിയായി എന്ന് തോന്നും. ഒന്ന് വിടർത്തി ഇളക്കി കൊടുക്കൂ. സൈഡിൽ നിന്നൊക്കെ എടുത്ത് ഇളക്കി കൊടുക്കൂ. ആ ചൂടിൽ തന്നെ അണ്ടിപ്പരിപ്പ് ഒന്ന് നന്നായിട്ട് ഒന്ന് വേവട്ടെ, ഇല്ലെങ്കിൽ പച്ച ചോയ്ക്കും. ഞാൻ 1 സ്പൂണും കൂടി നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ചീഞ്ചട്ടിന്ന് വിട്ട് വരണം. എന്നാൽ അത് ഒരു കട്ടിപ്പരുവം ആവാനും പാടില്ല. ഒരു ഹലുവ പരുവം, കേസരി പരുവം എന്നുള്ള രീതിയിൽ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അണ്ടിപ്പരിപ്പും വെന്തിട്ടുണ്ടാവും. ഇതാണ് ദ വെരി ഫേമസ് മുരുകന് ഇഷ്ടപ്പെട്ട, ഭഗവാന് ഇഷ്ടപ്പെട്ട ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പ്രസാദം. അത് ഷഷ്ടിക്കാണ് ഞാൻ വെച്ചതെന്ന് മാത്രം. പക്ഷേ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് നാളേക്ക് കാർത്തിക ദീപത്തിന് വെക്കാൻ പറ്റുന്ന ഒരു പ്രസാദമാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കണം. ഒരു പാകും വേണ്ട, ഒരു പക്വതയും വേണ്ട, ഒരു മുറിക്കലും ഇല്ല, ഒരു ബഹളവുമില്ല. ജസ്റ്റ് മോളിൽ ഞാൻ കുങ്കുമപ്പൂവും വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ തിരുപാകം എടുത്തിട്ടുണ്ട്, പ്രസാദം. അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രസാദത്തിൻ്റെ പ്ലേറ്റോട് കൂടിയിട്ട് അങ്ങനെ കഴിക്കാൻ പാടില്ല, എച്ചിലാക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു മൈസൂർ പാവാണോ അല്ല, എന്നാൽ ഹലുവയുടെ പരുവമാണോ ആണ്. അങ്ങനെ ഒരു ഉരുണ്ട പിടിക്കുന്ന പരുവായിട്ടുള്ള ലെവലിലേക്കാണ് തിരുപ്പാകം ഉണ്ടാവുക. അപ്പോൾ നല്ല രുചിയാണ് തിരുപ്പാകം കഴിക്കാൻ. ഇടയിൽ കിട്ടുന്ന ആ അണ്ടിപ്പരിപ്പാണ് ഹൈലൈറ്റ്. മൈസൂർ പാവാണോ ആ ഒരു ടേസ്റ്റാണ്. എന്നാൽ മൈസൂർ പാവിൻ്റെ കട്ടിയല്ല, ഭയങ്കര സോഫ്റ്റാണ്, കറക്റ്റ് മധുരം. ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാ മുരുകൻ്റെ അമ്പലത്തിലും ഭയങ്കര വിശേഷമായിട്ട് തന്നെ ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് തിരുപ്പാകം. നല്ല വിശേഷങ്ങൾക്ക് സ്വീറ്റ് എന്നുള്ള നിലയിൽ ഉണ്ടാക്കുന്ന ഒരു വിഭവം തന്നെയാണ് അത്. പക്ഷേ മുരുകൻ്റെ അമ്പലത്തിൽ പ്രസിദ്ധമാണ് എന്ന് മാത്രം. തിരുനെൽവേലി തിരുപ്പാകം എന്നാണ് വളരെ ഫേമസ് ആയിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി കാണിച്ചു തരാണ്. ഉണ്ടാക്കി നോക്കണം നിങ്ങൾ. അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല രസമാണ്. മെനക്കെടേ ഇല്ല. ബിക്കോസ് പാക്, കൺസിസ്റ്റൻസി, ആ മുറിക്കുന്ന പരുവം, അത് എത്തിയിട്ടില്ലെങ്കിൽ കുളമായി, കട്ടിയായി, അങ്ങനത്തെ ഒരു ടെൻഷൻ നിങ്ങൾ അടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് തിരുപ്പാകം എന്ന് പറയുന്നത്. ഉണ്ടാക്കുന്ന പ്രതീക്ഷിക്കുന്നു. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണാം. Till then, take care and bye-bye. Winnie's Kitchen.